വീട്ടിലേക്ക് വന്ന ശ്രീകുട്ടിയും സുഭദ്രയും കാണുന്നത് തറയിൽ കിടന്ന ചോറിൻ്റെ വറ്റുകൾ പറുക്കി കഴിക്കുന്ന സുരഭിയെയാണ്. അമ്മേ, എന്താ ഈ കാണിക്കുന്നേ? കള! മുഖത്തുണ്ടായിരുന്ന ചോറിൻ്റെ വറ്റുകൾ തൂത്ത് കളഞ്ഞു കൊടുത്തുകൊണ്ട് ശ്രീപാർവതി സുരഭിയോടായി പറഞ്ഞു. എന്താ അമ്മേ, വിശക്കുന്നുണ്ടോ? ചിക് ചിക്. പാർവതിയുടെ ചോദ്യത്തിന് സുരഭി മറുപടി കൊടുത്തില്ല. പകരം ശബ്ദമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വേണു മരിച്ചപ്പോൾ തൊട്ട് സുരഭി ആരോടും സംസാരിച്ചിരുന്നില്ല. പകരം ഇതുപോലുള്ള ശബ്ദങ്ങൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഈശ്വര, ചോറ് മുഴുവൻ തട്ടിക്കളഞ്ഞു. ശ്രീകുട്ടിക്ക് എടുത്തു വെച്ചിരുന്ന ചോറ. ആ കുട്ടി ഇനി എന്ത് കഴിച്ചിട്ട് പോകും? അത് കുഴപ്പമില്ല അമ്മൂമ്മേ, അമ്മയ്ക്ക് വിശന്നിട്ടല്ലേ. നിങ്ങൾ രണ്ടുപേരും കഴിച്ചു. ഞാൻ കഴിച്ചു മോളെ. ബാക്കിയുള്ളത് നിനക്കിവിടെ പാതകത്തിൽ അടച്ചു വെച്ചതാ. എനിക്ക് വിശപ്പില്ല അമ്മൂമ്മ. രാവിലെ ഞാൻ കുറച്ച് ചോറ് കഴിച്ചിരുന്നു. കള്ളം പറയേണ്ട ശ്രീകുട്ടി എന്നോട്. ഇന്നലെ രാത്രി ഞാനല്ലേ ബാക്കി വന്ന ചോറ് വെള്ളം ഒഴിച്ചിട്ടത്. 3 ആൾക്കാർക്ക് തികച്ച് കഴിക്കാനുള്ള ചോറ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മനയിൽ നിന്ന് കഴിച്ചോളാം. കഴിക്കണേ മോളെ. ശരി അമ്മൂമ്മ. ദൈവമേ, സമയം 8:45. സുരഭിയുടെ ദേഹത്തുള്ള ചോറെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് പാർവതി അവിടെയെല്ലാം തൂക്കാൻ തുടങ്ങി. തറയിൽ ചിതറിക്കിടക്കുന്ന ചോറെല്ലാം വാരിക്കൂട്ടി അടുക്കളവശത്തുള്ള മാവിൻ ചുവട്ടിലേക്ക് എറിഞ്ഞു. അവൾ അടുപ്പിൻ്റെ അടുത്തേക്ക് വന്ന് ഒരു ചിരട്ട തവി കൊണ്ട് തിളച്ചുകൊണ്ടിരുന്ന അരിയിലേക്ക് ഇളക്കിക്കൊണ്ടിരുന്നു അവൾ. അമ്മൂമ്മേ, എന്താ മോളെ? ചോറ് കുറച്ചുകൂടെ വേവാനുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, മോള് ചൊല്ല്. കഞ്ഞിവെള്ളം കളയണ്ടാട്ടോ, സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വെച്ചാൽ മതി. തിരികെ മുറിയിലേക്ക് വന്ന് കണ്ണാടിയിൽ നോക്കി വേഗം മുടിച്ചീകി ഒതുക്കി. ഈ സമയം അത്രയും അവളുടെ കണ്ണ് ജനലിനോട് ചേർന്ന് ഒരു പുല്ലാങ്കുഴലും പിടിച്ചുകൊണ്ടിരുന്ന സുരഭിയിലായിരുന്നു. വേണു കൊടുത്തതായിരുന്നു അമ്മയ്ക്ക്. അച്ഛനെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കൺകോണിൽ നീർത്തുള്ളികൾ നിറഞ്ഞു. യാത്ര പറഞ്ഞ് അവൾ വേഗം മനയിലേക്ക് നടന്നു. ഒരു പച്ച ധാവണിയായിരുന്നു അവളുടെ വേഷം. നെറ്റിയിൽ ഒരു കറുത്ത കുഞ്ഞു പൊട്ടുമുണ്ട്. മുടി അലസമായി കുളിപ്പിന്നിൽ കെട്ടിയിരുന്നു. ഈ സമയം ആ ഇരുട്ടുമുറിയിൽ ഒരു ശബ്ദം മുഴങ്ങിക്കേട്ടു. ചിക് ചിക് ചിക്. മനയിലേക്ക് എത്തുമ്പോൾ സമയം 9 മണി കഴിഞ്ഞിരുന്നു. അടുക്കള വശം ചേർന്ന് അവൾ അകത്തേക്ക് കയറി. ശ്രീകുട്ടിയെ! ആ, എന്താ കാളിയമ്മേ? അടുക്കളയുടെ പുറവശത്തിരുന്ന് തേങ്ങ പൊതിക്കുന്ന കാളിയിലേക്ക് നയനങ്ങൾ നീങ്ങി. എന്താ മോളെ താമസിച്ചത്? താമസിച്ചു പോയി. അകത്തേക്ക് ചെല്ലേ, ഉത്തരത്തമ്പ്രാട്ടി തന്നെയുള്ളൂ. ഓ. അടുക്കളയിലേക്ക് കയറിയപ്പോഴേ കണ്ടു സാമ്പാറിന് താളിപ്പ് ചേർക്കുന്ന ഉത്തരെ. തമ്പ്രാട്ടിയമ്മേ! വന്നോ മോളെ, എന്താ താമസിച്ചത്? താമസിച്ചു പോയി തമ്പ്രാട്ടിയമ്മേ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അമ്മ നിന്നെ തിരക്കിയിരുന്നു. ശ്രീപാർവതിയുടെ മുഖത്ത് നിസ്സഹായത നിറഞ്ഞു. മോളൊന്നു കണ്ടിട്ട് വാ, അല്ലെങ്കിൽ ഇനി അത് മതി. ദാ ചായ. ഉത്തരയുടെ കയ്യിൽ നിന്ന് ചൂട് പാർന്ന ചായയും വാങ്ങി പാർവതി അമ്മ തമ്പുരാട്ടിയുടെ മുറിയിലേക്ക് നടന്നു. അകത്തളത്തിലെത്തിയപ്പോഴേ കണ്ടു എതിരെ വരുന്ന ശിവശങ്കരനെ. വഴിമാറി ഒഴിഞ്ഞു നിന്നു. പക്ഷേ കൃത്യം അടുത്തെത്തിയപ്പോൾ ശിവശങ്കരൻ പാർവതിയെ നോക്കി. എന്താ കുട്ടിയെ, ഇന്ന് താമസിച്ചോ? ഉവ്വ്. എന്തേ? അമ്മയുടെ ഓരോ കാര്യങ്ങൾ. എങ്ങനെയുണ്ട് സുരഭി ഇപ്പോൾ? പഴയതുപോലെ തന്നെ തമ്പ്ര. കുറച്ച് കാശ് കാര്യസ്ഥൻ താണുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോ. ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി. വേണ്ട തമ്പ്ര, ഈ മാസത്തെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഒരുപാട് നേരത്തെ വാങ്ങി. അത് കുട്ടി ഇതിൽ ചേർക്കണ്ട. മന കൂടെ അവളുടെ പേരിൽ എഴുതി കൊടുക്ക് ശിവശങ്കര. തൻ്റെ പിറകിൽ നിൽക്കുന്ന അമ്മയെ അപ്പോഴാണ് ശിവശങ്കരൻ കണ്ടത്. നിസ്സഹായ അവസ്ഥയിലായിരുന്നു ശിവശങ്കരൻ അപ്പോൾ. ചെല്ല്, എന്തെങ്കിലും എടുത്ത് കഴിക്ക്. ഒന്ന് മൂളിക്കൊണ്ട് ശിവശങ്കരൻ മുൻപിലേക്ക് നടന്നു. ഈ സമയം മനസ്സിൽ തെളിഞ്ഞത് തൻ്റെ ഒപ്പം ആൽത്തറയിലിരുന്ന് കളിതമാശകൾ പറയുന്ന വേണുവായിരുന്നു. ശിവശങ്കരൻ പോയതും തമ്പുരാട്ടി പാർവതിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. തമ്പുരാട്ടി, ചായ. കയ്യിലുണ്ടായിരുന്ന ചായ ഗ്ലാസ് തമ്പുരാട്ടിയുടെ നേരെ നീട്ടിക്കൊണ്ട് പാർവതി പറഞ്ഞു. ഇപ്പോഴാണോ തമ്പുരാട്ടിക്ക് എഴുന്നള്ളാൻ നേരം കിട്ടിയത്? ക്ഷമിക്കണം, നിനക്ക് തോന്നുന്ന സമയത്തല്ല ഇവിടെ വരേണ്ടത്. നിനക്ക് അവസാനമായി തരുന്ന താക്കീതാണ്. പൊക്കോ എൻ്റെ മുന്നിൽ നിന്ന്. ശല്യം ശല്യം. അടുക്കളയിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ പാർവതിയുടെ മനസ്സ് ശൂന്യമായിരുന്നു. തമ്പുരാട്ടി ശകാരിച്ചതിൽ തെല്ല് പോലും സങ്കടം ആ മനസ്സിലുണ്ടായിരുന്നില്ല. പഴകിപ്പോയ കാര്യങ്ങൾക്ക് എന്തിന് സങ്കടപ്പെടണം? അടുക്കളയിൽ വന്ന് ധാവണി ഇടുപ്പിൽ കയറ്റി കുത്തിവെച്ച് അവൾ ജോലികൾ തുടർന്നു. സമയം ഉച്ചയോടെ അടുത്തിരുന്നു. വിശപ്പ് അവളെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്നു.
ഉത്തര ആഹാരം കഴിക്കാൻ പറഞ്ഞുവെങ്കിലും ഒരിക്കൽ തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയതുകൊണ്ട് ആ ഓർമ്മയിൽ കഴിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ മനസ്സ് ഓരോ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന പോലെ ശരീരം അതിനെ അനുവദിക്കില്ലല്ലോ. ശരീരമാകെ കുഴഞ്ഞ് പിന്നാമ്പുറത്തേക്കുള്ള തട്ടിയിൽ അവൾ ഇരുന്നു. തോളിൽ ഒരു കൈതലം പതിഞ്ഞപ്പോഴാണ് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയത്. കയ്യിലൊരു പാത്രവുമായി നിൽക്കുന്ന ഉത്തരയാണ് അവൾ കണ്ടത്. അമ്മയ്ക്കറിയാം മോളെ, നീയൊന്നും കഴിച്ചു കാണില്ലെന്ന്. ഇല്ല തമ്പുരാട്ടിയമ്മേ, എനിക്ക് വേണ്ട, കഴിച്ചു. എന്നോട് കള്ളം പറയണ്ട, മോള് കഴിച്ചു. വാങ്ങാൻ ബുദ്ധിമുട്ടി നിന്ന പാർവതിയുടെ കയ്യിലേക്ക് ബലമായി ഉത്തര ആ പാത്രം ഏൽപ്പിച്ചു. ശ്രീകുട്ടി കഴിച്ചോ, പേടിക്കണ്ട, അമ്മ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് മയങ്ങാൻ കിടന്നു, വരില്ല. പാർവതിയുടെ കണ്ണുനീർ പാത്രത്തിലെ ചോറിൽ വീണു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഉത്തര അങ്ങോട്ട് വന്നത്. ശ്രീകുട്ടി. എന്താ തമ്പുരാട്ടിയമ്മേ? ഇന്നാ എന്താ ഇത്? രാവിലെ ഏട്ടൻ മോളോട് പറഞ്ഞില്ലേ, കുറച്ച് കാശ് വാങ്ങിച്ചോ. കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് നോട്ടുകൾ ഉത്തര പാർവതിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. വാങ്ങാൻ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ പോലും വീട്ടിൽ കഴിക്കാൻ ഒന്നുമില്ല എന്നുള്ളത് അവളെ ആ കാശ് വാങ്ങാൻ പ്രേരിപ്പിച്ചു. കുട്ടിയെ, നാളെ 6 മണിയാകുമ്പോൾ വരാൻ പറ്റുമോ? അമ്മയുടെ കാര്യം അപ്പോൾ? അമ്മ അപ്പോൾ എഴുന്നേൽക്കില്ല. 7 മണിയാകുമ്പോൾ അമ്മൂമ്മ വരും. നാളെ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ മോനും നാത്തൂനും വരുന്നുണ്ട്. ഉവ്വോ. പാറു കണ്ടിട്ടില്ലല്ലോ എൻ്റെ മോനെ? ഇല്ല. അതെങ്ങനെ, +2 കഴിഞ്ഞ് അവനങ്ങ് പോയതല്ലേ? ഉത്തരയുടെ സംസാരത്തിൽ മുഴുകി നിൽക്കുകയായിരുന്നു പാർവതി അപ്പോൾ. ഒരിക്കൽ പോലും കാശിയേട്ടനെ അവൾ കണ്ടിരുന്നില്ല. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ സന്ധ്യയായിരുന്നു. പോക്കർ കടയിൽ നിന്നും കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വന്നപ്പോഴേ കണ്ടു സന്ധ്യാനാമം ചൊല്ലുന്ന അമ്മൂമ്മയെയും കൂടെ തന്നെ ഒരു പാവയും പിടിച്ചുകൊണ്ടിരുന്ന അമ്മയെയും. വീട്ടിൽ ചെന്ന് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കി എല്ലാവരും ആഹാരം കഴിച്ച ശേഷം പാത്രം കഴുകി വെച്ച് പാർവതി കുളിച്ച് വന്നു. അപ്പോൾ തന്നെ സമയം 12 മണി അടുപ്പിച്ചായിരുന്നു. കട്ടിലിൽ കിടക്കുന്ന അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പതിയെ നിദ്രയിലേക്കാഴ്ന്നു. നാളെ മുതൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാതെ.